നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജു ബാറിൽ പ്രശ്നമുണ്ടാക്കി കാറും എടുത്ത് പോയല്ലോ. അപ്പൊ തന്നെ രാജു എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. ഭാഗ്യത്തിന് അന്നൊരു ബിസിനസ് ആവശ്യത്തിന് ഞാൻ സിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉടൻ തന്നെ സഞ്ജുവിനെ വിളിച്ചു. സഞ്ജു അപ്പൊ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാനിനിയില്ല, കടലിൽ ചാടി ജീവിതം അവസാനിപ്പിക്കാൻ പോവാണെന്നും പറഞ്ഞ് സഞ്ജു ഫോൺ കട്ട് ചെയ്തു. ഞാനും സഞ്ജുവും വൈകുന്നേരങ്ങളിൽ പോയിരിക്കാറുള്ള കടൽ തീരം എന്റെ മനസ്സിൽ തെളിഞ്ഞു. സഞ്ജു, സഞ്ജു, സഞ്ജു വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാ. വാ സഞ്ജു. ഹേയ് സഞ്ജു, പറഞ്ഞേക്ക്. സഞ്ജു ഇങ്ങോട്ട് വാ. സഞ്ജു വാ പ്ലീസ്. സഞ്ജു ഞാൻ പറയുന്നത് കേക്ക്. സഞ്ജു എനിക്കിത് ജീവിക്കണ്ട, എനിക്ക് വാ സഞ്ജു പ്ലീസ്. സഞ്ജു എനിക്ക് ജീവിക്കണ്ട പ്ലീസ്. സഞ്ജു ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. വരാൻ ഇങ്ങോട്ട് വാ സഞ്ജു. സഞ്ജു പറഞ്ഞേക്ക്. സഞ്ജു വരാൻ പോണം. എന്നെ വാ. ഹേയ് വാ. ഒരിക്കലും താൻ ജീവിച്ചിരിക്കുന്നെന്ന് വീട്ടിൽ അറിയരുതെന്ന് സഞ്ജു വാശി പിടിച്ചു. എനിക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. പിന്നീട് കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചില വഴികൾ ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്യായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അധികം താമസമില്ലാതെ കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാനാവും. അതിനുവേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തു തരും. അതിനുവേണ്ട ഓട്ടത്തിലായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായത്തിനും നന്ദിയുണ്ട്. നന്ദിയോ? അതും സഞ്ജുന്റെ കാര്യത്തിന്? എന്തായാലും ഒരു വലിയ ആപത്തിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചില്ലേ? വേണ്ട സഹായം ചെയ്യാനുള്ള സന്മനസ് കാണിച്ചില്ലേ? എത്ര സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയുള്ള മനസ്സുണ്ടാവും? യഥാർത്ഥ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞ അതിങ്ങനെയാ. എന്തായാലും ഭാഗ്യത്തിന് കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാനായി. കമ്പനി റീസ്റ്റാർട്ട് ചെയ്തെന്നോ? അതെ, ദേവി കൃപ കൊണ്ട് അത് നടന്നു. വേഗം അവിടെ തിരിച്ചെത്തി കമ്പനി ചുമതല ഏറ്റെടുത്താൽ മാത്രം മതി. എല്ലാം ഭംഗിയായിട്ട് നടക്കും. പക്ഷെ ഇത്രയും പെട്ടെന്ന് അതെങ്ങനെ? ഞാൻ പറഞ്ഞല്ലേ, നല്ല മനസ്സുള്ളവരെ ദേവി കൈവിടില്ല. അതെ, ചേച്ചി അവിടെ വിഷമിച്ചിരിക്കാം. എത്രയും വേഗം നമുക്ക് വീട്ടിലെത്തണം. ശരിയാ. ഇനിയെങ്കിലും സഞ്ജു ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. ഞാൻ സഞ്ജുവിനെ പലതവണ ഉപദേശിച്ചതാ, കേട്ടില്ല. സഞ്ജുവിനെ കാണാതെ പ്രിയപ്പെട്ടവരുടെ വേദന. ഇനി അത് അവസാനിപ്പിക്കണം. ഞാൻ വീട്ടിലേക്ക് പോ. സഞ്ജു നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കണ്ട. എന്തിനും ഏതിനും ഒപ്പം ഞാനുണ്ടാവും. താങ്ക്സ്. എല്ലാത്തിനും നന്ദി സച്ചി.
സ്വാതി, സഞ്ജു എവിടെയായിരുന്നു സഞ്ജു? പറ സഞ്ജു. എന്നോടൊരു വാക്ക് പോലും പറയാതെ സഞ്ജു എവിടേക്കാ പോയത്? എല്ലാം ഞാൻ പറയാം. നീ ഒന്ന് റിലാക്സ് ആവും. സഞ്ജുവിനത് പറയാം. ഞാൻ അനുഭവിച്ച വേദന എനിക്കേ അറിയൂ. എന്നെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മറന്ന് മാറി നിൽക്കാൻ സഞ്ജുവിന് എങ്ങനെ മനസ്സ് വന്നു? സഞ്ജു മാത്രമാണോ ഈ പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്നത്? ഒളിച്ചോടി പോയാ എല്ലാം തീരുമെന്ന് കരുതിയോ? നീ എന്നോട് ക്ഷമിക്കു സ്വാതി. എല്ലാം കൈവിട്ടു പോകുന്നത് കണ്ടു നിൽക്കാനുള്ള മനസ്സെനിക്കില്ല. ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിപ്പോയി. എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതാണോ സഞ്ജു കരുതിയ? സഞ്ജുവിന്റെ ധാരണ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നല്ലേ? ഒരിക്കലും ഞാൻ അതിന് തയ്യാറാവില്ല. സഞ്ജുവിനോട് ഞാനത് പറഞ്ഞതുവാ. ഇവിടുന്ന് ഇറങ്ങി ഒരു വാടക വീട്ടിലാണെങ്കിൽ പോലും സഞ്ജുവിന്റെ കൂടെ ഞാനും ഉണ്ടാവുമായിരുന്നു. എന്റെ കുഞ്ഞിന് അച്ഛൻ വേണം. നമ്മൾ പിണങ്ങിയിട്ട് പോലും ഞാൻ തിരിച്ചു വന്നത് എന്റെ ഉള്ളിൽ ആ ചിന്ത ഉള്ളത് കൊണ്ടല്ല. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന? ഒരു നിമിഷം എനിക്കങ്ങനെ തോന്നിപ്പോയി. ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പ്. എവിടെയായിരുന്നു സഞ്ജു എന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞില്ല. ബീച്ചിലേക്കാ സഞ്ജു പോയെന്ന് മാത്രം അറിയാം. രാജു വിളിച്ചു പറഞ്ഞ് സച്ചി എന്നെ തേടി അവിടെ വന്നു. സച്ചി എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. ഒന്നുമില്ലാത്തവനായി തിരിച്ചു വരാൻ എനിക്ക് തോന്നിയില്ല. ഇവിടെ വന്ന ആരെയൊക്കെ നേരിടണം? കുറെ സഹായങ്ങൾ ചെയ്തുതരാവുന്ന സച്ചിയുടെ ഉറപ്പില് ഞാൻ അവിടെ നിന്നു. അവൻ എന്നെ കൊണ്ട് പുറത്തിറങ്ങിയപ്പോഴാ അമ്മ എന്നെ കണ്ടത്. അവള് ഞങ്ങളുടെ കാറ് പിന്തുടർന്ന് കൂടെ വന്നു. അവൾ അവിടെ എനിക്ക് തുണയായി. സഞ്ജുവിനെ അന്വേഷിച്ച് അവളെ ഇറങ്ങിയതാ. അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ സഞ്ജു ഇപ്പോഴും തിരിച്ചു വരില്ലായിരുന്നു അല്ലേ? സഞ്ജു ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.